ഹായ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പൊതുവായിട്ട് ഈ ഡ്യുവാലിറ്റി അഥവാ ദ്വൈതം ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ പറയും അദ്വൈതമാണ് സത്യം എന്നൊക്കെ പറയും. പക്ഷേ ആർക്കും ആ ഒരു യഥാർത്ഥ അദ്വൈതം അറിയാൻ പറ്റില്ല. ദ്വൈതത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഡ്യുവാലിറ്റിയിൽ നമ്മൾ ഒബിയസ്ലി കൊളുത്തുണായി കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വൺനെസ്, ഇപ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസെൻഡ് ചെയ്യുന്ന, ഒന്നും ഫീൽ ചെയ്യാത്ത, പൂർണ്ണമായി നമ്മുടെ സെൽഫിൽ മെർജ് ആവുന്ന ഒരു വൺനെസ് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വലാണ്. അതൊരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണല്ലോ. പക്ഷെ ബേസിക്കായിട്ട് നമ്മുടെ മൈൻഡിൻ്റെ ഒരു വൺനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യർക്കും വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ജിത്തു കൃഷ്ണമൂർത്തി എപ്പോഴും ഇങ്ങനെ പറയും, ഒബ്സർവർ ഈസ് ദി ഒബ്സർവ്ഡ്. അതായത് കാഴ്ചയും കാഴ്ചക്കാരനും ഒന്നാണ് എന്ന് പറയും, കേൾവിയും കേൾവിക്കാരനും ഒന്നാണെന്ന് പറയും, അനാലിസിസും അനലൈസറും ഒന്നാണെന്ന് പറയും. അതായത് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ഞാനെന്ന ഭാവം, ഞാനായിട്ട് ബിഹേവ് ചെയ്യുന്നു, കുറേ മെമ്മറി നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടിയ ഒരു കുഞ്ഞ് സെൻറ്റർ നമ്മുടെ ഉള്ളിലുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ള. നമ്മുടെ ഒറിജിനൽ ഞാനെന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആണെന്ന് രമണ മഹർഷിയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം നോക്കാം. അപ്പോൾ ഒരു സെൽഫ് ഇമേജ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സെൽഫ് ഇമേജിൽ നിന്നാണ് നമ്മൾ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു മരത്തെ കാണുമ്പോൾ, നിങ്ങളൊരു മരത്തിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ ഈ സെൽഫ് ഇമേജിൽ നിന്നാണ് ആ മരത്തിലേക്ക് നോക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ആ മരം കാണുമ്പോൾ തന്നെ അതിന് ഇതൊരു മരമാണ്, ഇതിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട് എന്നൊരു ഡെഫിനിഷന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ഈ സെൽഫ് ഇമേജിൽ നിന്നല്ലാതെ ഒന്ന് നോക്കിയാൽ മതി. ടോട്ടലി ഒരു മൂവ്മെൻറ്റ് ഓഫ് തോട്ടും ഇല്ലാതെ ആ വസ്തുവിലേക്ക് നോക്കില്ല, എന്ത് തന്നെ ആവട്ടെ, അത് വസ്തുവാന്ന് പോലും വിചാരിക്കാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഫ്രഷായിട്ട് ആദ്യമായിട്ട് പുതിയതുപോലെ കാണാൻ സാധിക്കും. പുതിയതുപോലെ കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ലോങ് ഇനഫ് ആൻഡ് ക്ലിയർലി ഇനഫ്, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ആ മരത്തിലേക്ക് നോക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിലേക്ക് നോക്കുന്ന, ആ ഒരു ഇമേജിലേക്ക് നോക്കുന്ന എന്തു തന്നെയാണോ അതും ആ ഒരു മരവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് നമുക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ കാര്യത്തിലും സംഭവിക്കും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉള്ളിലൊരു ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ബിൽഡ് ചെയ്ത് വരേണ്ട ഒരു കാര്യത്തെപ്പറ്റി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡ് ചെയ്ത് വരുന്നു, ചിന്തകളുടെ ഒരു ബണ്ടിലായിട്ടാണ് ഈ ഫ്രസ്ട്രേഷൻ വരുന്നത്. ഈ ഫ്രസ്ട്രേഷൻ വരുന്നു എന്ന് അറിയുന്നത് നിങ്ങളാണ്. ഈ ഫ്രസ്ട്രേഷൻ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒന്നിലെ ഫ്രസ്ട്രേഷൻ നമ്മൾ എസ്കേപ്പ് ആവാൻ നോക്കും, അല്ലെങ്കിൽ ആ ഫ്രസ്ട്രേഷനെ മാറ്റാൻ നോക്കും, ആ ഫ്രസ്ട്രേഷനെ ട്രാൻസെൻഡ് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്, ഈ ഫ്രസ്ട്രേഷൻ ഒരു ബണ്ടിൽ ഓഫ് തോട്ട്സ് ആണ് ഈ ഫ്രസ്ട്രേഷനായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്. ഇതും ഇതിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്ന, ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്ന, ഇതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ ഈ ഒരു സെൽഫ് ഇമേജ്, ഈ ഒരു ഐഡൻറ്റിറ്റിയും കുറേ ബണ്ടിൽ ഓഫ് തോട്ട്സ് ആണ്. അതായത് ഇതും കുറേ തോട്ട്സ് ആണ്, ആ ഒരു ഫീലിങ്ങും കുറേ തോട്ട്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മനസ്സ് തന്നെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിന്ന് അത് തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ നിങ്ങളുടെ റോൾ എന്താണ്? നമ്മൾ വിചാരിക്കുന്നു ഈ സെൽഫ് ഇമേജ് നമ്മുടെ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റിയാണ് ഞാനെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ, ഈ ഒരു ഫ്രസ്ട്രേഷനെ കാണുമ്പോൾ അതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ശരിക്കും ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇത് രണ്ടും ഒരേ എൻറ്റിറ്റിയുടെ രണ്ട് റൈസിങ് ആണ്, അല്ലെങ്കിൽ രണ്ട് പ്രൊജക്ഷനാണ്. ഈ പ്രൊജക്ഷൻ തമ്മിലാണ് ഈ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്നും ചെയ്യാതെ തന്നെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ റൈസ് ചെയ്യുന്ന ഫ്രസ്ട്രേഷനിലും ഇപ്പം ഞാൻ ഈ മരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്യുവറായിട്ട് നോക്കുക. അതായത് ഈ സെൽഫ് ഇമേജിൽ നിന്നല്ലാതെ ആ ഒരു ഫ്രസ്ട്രേഷനെ, ആ ഒരു ആക്ടിവിറ്റി ഓഫ് തോട്ടിനെ മാത്രം ശ്രദ്ധിച്ചാൽ ഇറ്റ് വിൽ റിവീൽ ഇറ്റ് സെൽഫ് എന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു സത്യത്തെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഫ്രസ്ട്രേഷനും അതിലേക്ക് നോക്കുന്ന എൻറ്റിറ്റിയും രണ്ടും ഒന്നാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിലേക്ക് വരും. ഇത് രണ്ട് സബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ രണ്ടും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്, എന്താണ്? നോ മോർ ഫൈറ്റിംഗ്. ഇവിടെ രണ്ട് തോട്ട്സ് തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ദ റിയൽ യു, ദ അൾട്ടിമേറ്റ് യു, ഇതെല്ലാം അറിയുന്ന അവയർനെസ് ആയ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ യു ക്യാൻ ഈസിലി ലെറ്റ് ഇറ്റ് ഗോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ വിട്ടുകളയാൻ പറ്റും. അല്ലാത്തപ്പോൾ നമുക്ക് അതിനെ ഈസി ആയിട്ട് വിട്ടുകളയാൻ പറ്റില്ല. നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മളതിനെ നേരെ ആക്കിക്കൊണ്ടിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു ഇമേജിൽ നിന്നുകൊണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലത്ത് ഒരിക്കലും സോൾവ് ആവുകയില്ല. കാരണം ലൈക്ക് ഐ സെഡ്, ദ അനലൈസർ ഈസ് ദി അനലൈസ്ഡ്. എന്തിനാണോ നിങ്ങൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഈ അനലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അത് ഞാനിപ്പോൾ വാക്കാൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് കണക്റ്റ് ആവില്ല, എനിക്കത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇഫ് യു ലുക്ക് ക്ലോസ് ഇനഫ് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. ഇൻ യുവർ ബോൺസ് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. അത് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ലെറ്റ് ഇൻ ഗോ വളരെ ഈസി ആയിരിക്കും. അതായത് ടു ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയ പ്രോസസ്സായിട്ട് മാറും. അപ്പോൾ പിന്നെ സംഭവിക്കേണ്ടത് അങ്ങ് സംഭവിച്ചോളും. കാരണം നിങ്ങൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യില്ല. കാരണം ഇത് രണ്ട് ചിന്തകൾ മാത്രമാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, ഒരു മോശം അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ചിന്ത വരുമ്പോൾ ആ ചിന്ത എന്നെ ഇത് ടോർച്ചർ ചെയ്യുകയാണ്, അതിനെ ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ വിട്ടുകളയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ ചിന്തയുടെ തന്നെ ഒരു ഭാഗമാണ് അതിനെതിരായിട്ട് ഈ ഫൈറ്റ് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ റിമൂവ് ചെയ്യുന്നത്, അതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഞാൻ എന്നും കൂടി നമുക്ക് കാണാൻ സാധിച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞെന്ന് വെച്ചത് മനസ്സിലാവണമെന്നില്ല, അത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് യു ക്യാൻ ലെറ്റ് ഗോ. ആൻഡ് വെൻ യു ലെറ്റ് ഗോ, റിയൽ മെഡിറ്റേഷൻ, റിയൽ ട്രാൻസെൻഡൻസ് വിൽ ഹാപ്പൻ. അപ്പോൾ ഇതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ ലെറ്റ് ഗോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ സെൽഫ് ഇമേജിൽ നിന്നൊരു മോട്ടീവോട് കൂടി നിങ്ങൾ നോക്കുകയാണ്. കാരണം ഒരു മോട്ടീവ് ഉണ്ടാകുന്നത് ഒരു ചിന്തയ്ക്കാണ്. ആ ഒരു മോട്ടീവ് ഇല്ലാതെ നോക്കാനും കൂടി എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോഴാണ് കാഴ്ചയും കാഴ്ചക്കാരനും ഒന്നാണ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. താങ്ക് യു.